ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ നമുക്കൊന്നൊരു അടിപൊളി കടലക്കറി വെച്ചാലോ? ഓടി വാ. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി ഒക്കെ കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞത്. പിന്നെ ഒരു ചട്ടി എടുത്ത് അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള വേഗം തന്നെ വഴഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ചേർത്തിട്ട് ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടാ. അങ്ങനെ ഞാൻ ഇന്നിങ്ങനെ സവാള വഴറ്റാട്ടാ. വർഷക്കാലം എന്ന് പറഞ്ഞിട്ട് കാര്യം എന്തൊരു ചൂടാ അടുക്കളയിൽ നിൽക്കാനായിട്ട്. അങ്ങനെ വാടി വന്ന നമ്മുടെ സവാളക്കുട്ടനിലേക്ക് തക്കാളി ചേർത്തു. ഇനി നന്നായിട്ട് അതും കൂടി ഇന്ന് വേഗണമായിരിക്കും വഴറ്റിയെടുക്കുക. അപ്പൊ തക്കാളി വേഗം വേവാനായിട്ട് കുറച്ചു നേരം അത് അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ ഇതിലേക്ക് അവിടെ കുറച്ച് മസാല ചേർക്കാം. കാര്യമായിട്ടൊന്നുമില്ല. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല വെള്ളത്തിൽ കുറച്ചു നേരം ഒന്ന് കുതിരാൻ വെച്ചു. കുതിർത്തി പേസ്റ്റ് ആയ മസാലക്കൂട്ട് സവാളയിലേക്ക് ഇട്ടു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മസാലയുടെ ഫ്ലേവർ നമുക്ക് നഷ്ടപ്പെടാണ്ട് കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, വേവിച്ച് വെച്ച കടലയും കൂടി അതിലേക്ക് ചേർത്തു. കടല ചേർക്കുമ്പോൾ കുറച്ച് കടലമണി മാറ്റി വെച്ചോളോ. അത് നമ്മൾ എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ കടലക്കറിയിലേക്ക് ഇടാം. കടലക്കറിയല്ല, വേവിച്ച കടല നമ്മൾ തട്ടിയിലേക്ക് അതിലേക്ക് ഇടാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കലക്കി ഒഴിക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർക്കട്ടോ. പാകം വെള്ളം നോക്കിയിട്ട് നമുക്ക് ചേർത്തെടുക്കാം. ഇനി നമ്മുടെ കടല അടപ്പത്ത് ഇരുന്നിട്ട് തിളച്ച് നല്ല സെറ്റ് ആവട്ടെ കേട്ടാ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞെടുക്കാം. കടല തിളച്ചു. ഇനി ഉപ്പും എരിവും എല്ലാം നോക്കി എല്ലാം കൃത്യം പാകം തന്നെയാട്ടാ. വീണ്ടും ഒന്നും കൂടി ചെക്ക് ചെയ്തു. അപ്പോഴും പാകം തന്നെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോ ആ കടല അടപ്പത്ത് ഇരുന്ന ഗ്രേവിക്ക് ഒന്ന് കുറുകി വരട്ടെ. അപ്പൊ നമുക്ക് ഈ സമയം കൊണ്ട് കുറച്ച് ചപ്പാത്തിയും ഒരു സ്പെഷ്യൽ മിന്റ് ലൈം ടീയും ഉണ്ടാക്കാം. അപ്പൊ ഇനി ഇത് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി കടലക്കറിയിലേക്ക് ഇട്ടുട്ടാ. സെറ്റപ്പ് ആക്കി എടുത്തുട്ട് നമ്മൾ കടലക്കറിനെ. ഇനി നമ്മൾ ചപ്പാത്തി ചൂടണു. അടപ്പത്ത് ചായ തിളയ്ക്കുന്നു. ചപ്പാത്തി ഇതേ ഓരോന്ന് ചുട്ടെടുക്കാം. ഈ സമയം കൂടി നമ്മുടെ ചായയുടെ വെള്ളം ഏകദേശം തിളച്ചു തുടങ്ങി. സമയത്താട്ടോ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ചേർക്കാൻ പോണ്. അപ്പോഴേ ഈ വീഡിയോ കാണുന്നതോടായിട്ട് ഒരു ചോദ്യം. നിങ്ങളുടെ എത്ര പേർക്ക് ലൈം ടീ, മിന്റ് ടീ ഒക്കെ ഇഷ്ട? ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ കമന്റ് ഇടുന്നവർക്ക് ഒരു കുഞ്ഞു സമ്മാനം ഉറപ്പായിട്ടും കിട്ടൂട്ടാ. അങ്ങനെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയ നമ്മുടെ ചതച്ച ഇഞ്ചി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്തു. കുറച്ച് ചായപ്പൊടി ഇട്ടു. പിന്നെ പാകത്തിന് പഞ്ചസാരയും ചേർത്തു. ഇനി കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് നമ്മുടെ ചായ അങ്ങോട്ട് സെറ്റപ്പായി. ചപ്പാത്തിയും സെറ്റപ്പായി കിട്ടി. അങ്ങനെ ചായ റെഡി, ചപ്പാത്തി റെഡി. ചായ ഗ്ലാസ്സിലേക്കും പകർത്തി. പിന്നെ ഇപ്പൊ എന്താ, ഡിന്നർ ടൈം. കുറച്ച് കടലക്കറി അങ്ങനെ ചപ്പാത്തിയിലോട്ട് ഒഴിച്ച് ഒരു പീസ് ചപ്പാത്തി ഇങ്ങനെ കടലക്കറിയിൽ മുക്കി വായലോട്ട് വെച്ച് ചവച്ചരച്ച് മെല്ലെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. നല്ല കറിയുണ്ട്. കുറച്ച് ചായയും കുടിച്ചു. സെറ്റപ്പ് ഡിന്നർ. ഇത്രയുള്ള വിശേഷം. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.